അഖിൽ മാരാരുടെ ശബ്ദരേഖ പുറത്തുവിട്ട് 2020. BJPയുടെ സെൻട്രൽ ബോർഡിൽ സ്ഥാനം വേണമെന്ന് അഖിൽ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. സാബു ജേക്കബ് വഞ്ചിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ 2020 വിട്ടിരുന്നു. അടിയാണെങ്കിൽ ഒരു പണിയെടുക്കാതെ മര്യാദയ്ക്ക് സുഖമായിട്ട് കഴിയായിരുന്നു. ഒറ്റയടിക്കല്ലേ തെളിഞ്ഞു വന്ന ലൈഫിന്റെ ഫിലമെന്റ് അടിച്ചു പോയത്. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലത്. ഞാൻ ആ രീതിയിൽ ജീവിച്ചു വന്ന ഒരാളാണ്. ഞാൻ ഒരു കോടീശ്വരനാണ്. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. എന്റെ ലൈഫ് കൊണ്ടിട്ട് ഞാൻ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BJP എന്ന് പറഞ്ഞാൽ നാഷണലിസ്റ്റ് പാർട്ടിയാണ്. ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. ഇന്ത്യയിൽ എവിടെ ചെന്നാലും അതിന്റെ റെസ്പെക്റ്റും അതിന്റെ ഒരു വാല്യൂ നമുക്കുണ്ടാവും. ഇതിൽ നമുക്കതില്ല. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. പിന്നെ രണ്ട്, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോർഡോ സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ എന്തെങ്കിലും തരണം, വെറുതെ അല്ലല്ലോ, ഇരന്നിട്ടല്ലേ. സെൻട്രലിന്റെ ഏതെങ്കിലും ബോർഡോ കാര്യങ്ങളോ നമുക്ക് വേണ്ടി അത് ചോദിച്ചു വാങ്ങണം. നിങ്ങക്ക് നാണുണ്ടോ? സമി അവൻ ഭയങ്കരമാ വളർന്നു പോയി, വളർന്നിട്ട. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം. ഇത് ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ തീരുമാനം എടുക്കാനുള്ള കാരണം കൊട്ടാരക്കര സീറ്റ് എന്നുള്ളത് മാത്രമായി. അത് നിനക്കിടാം. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയാം. ഒരുപക്ഷെ കാര്യമായിട്ടുള്ള സാമൂഹിക പ്രസക്തി ഒന്നും ഇല്ലാത്ത ഒരു പാർട്ടിയും അതിനേക്കാൾ ഒട്ടും പ്രസക്തി ഇല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് താരം എന്നുള്ള ഒരു ഷൺമുഖന്റെ കന്നിക്കാഴ്ചയൊന്നുമല്ല, പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്. പ്രസക്തി ഇല്ലാത്ത ഒരു വ്യക്തി ബിഗ് ബോസ് താരം എന്നുള്ള ഒരു ഇമേജിൽ മാത്രം നിന്നുകൊണ്ട് ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊരു ബിഗ് ബോസിന്റെ നിലവാരത്തിലേക്ക് വില കുറഞ്ഞ തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. താനൂർ ചക്ക ദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു.